നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് MCHലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആണ്. നമുക്കറിയാം മദർ ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ മേജറായിട്ട് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയും പിന്നൊന്ന് മോർട്ടാലിറ്റി ഇൻ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡിൻ്റെ അണ്ടറിൽ വരുന്നത് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, 1 to 4 year മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റും ചൈൽഡ് സർവൈവൽ റേറ്റുമാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോനെ പറ്റിയിട്ടാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ വരുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് MCHലെ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും ഇക്വേഷനിൽ ഡിനോമിനേറ്റർ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ആണ്. ഇവിടെ അതെ MMRലും ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് തന്നെയാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ ഡെത്ത്സ് ഡ്യൂ ടു കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി കാരണം അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ ഓർ വിത്തിൻ ദ 42 days ഓഫ് ഡെലിവറി ഫ്രം ദ പ്യൂപ്പറൽ കോസസ് ഇൻ എൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ. ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര ഫീമെയിൽ ഡെത്ത്സ് സംഭവിച്ചു ഡ്യൂ ടു ഒന്നുകിൽ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ കാരണം, അല്ലെങ്കിൽ ഡെലിവറി സമയത്തുള്ള പ്രശ്നം കാരണം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 42 days. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇൻറ്റു 1000 or 1 lakh. നമ്മൾ കൂടുതലും 1 lakh ആണ് യൂസ് ചെയ്യൽ. 1000 കൊടുക്കുമ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതാണ് MMRൻ്റെ ഇക്വേഷൻ വരുന്നത്. കറൻ്റ്ലി ഇന്ത്യയിലെ വാല്യൂ എന്ന് പറയുന്നത് 97 deaths per 1 lakh ലൈവ് ബേർഡ്സ് ആണ് ഇന്ത്യയിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ വരുന്നത്. മേജർ കോസസ് നോക്കുകയാണെങ്കിൽ ഹെമറേജ് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന കോസ്. വേൾഡ് വൈഡിലുള്ള ഏറ്റവും കൂടുതൽ കോസസ് ഹെമറേജ് കാരണമാണ്. പിന്നെ സെപ്സിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, അബോഷൻ ഒക്കെയാണ് അതർ കോസസിൽ വരുന്നത്. അനീമിയ ഒരു കോസാണ്. ഈ അനീമിയ എന്ത് ചെയ്യും? ഹെമറേജിനെ അഗ്രവേറ്റ് ചെയ്യും. പിന്നെ ബാക്കി അതർ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വേറെ കോസസ് ആയിട്ട് വരുന്നുണ്ട്. MMRലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ആണ് ഡിറ്റർമിനൻസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ. അത് നമ്മൾ മെയിനായിട്ട് 2 കോസസ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഒന്ന് മെഡിക്കൽ കോസസ് കാരണം വരാം, അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം വരാം. മെഡിക്കൽ കോസസിൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് കോസസും ഉണ്ട്, നോൺ ഒബ്സ്ട്രക്റ്റീവ് കോസസും ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് കോസസിൽ മെയിനായിട്ട് വരുന്നതാണ് ടോക്സീമിയാസ് ഓഫ് പ്രഗ്നൻസി, ഹെമറേജ്, ഇൻഫെക്ഷൻ, ഒബ്സ്ട്രക്റ്റഡ് ലേബർ, പിന്നെ അൺസേഫ് അബോഷനൊക്കെ. നോൺ ഒബ്സ്ട്രക്റ്റീവ് കോസസ് അതായത് പ്രഗ്നൻസി പ്രസവം റിലേറ്റഡ് അല്ലാണ്ട് വരുന്നതായിട്ടുള്ള അനീമിയ, മാലിഗ്നൻസി, ആക്സിഡൻറ്റ്സ്, അസോസിയേറ്റഡ് ഡിസീസസ് ലൈക്ക് കാർഡിയാക്, റീനൽ, ഹെപ്പാറ്റിക്, മെറ്റബോളിക്, പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ നോൺ ഒബ്സ്ട്രക്റ്റീവ് മെഡിക്കൽ കോസസ് ആയിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റി കൂടാനുള്ള ചാൻസസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതിൽ വരുന്നതാണ് ഏജ് അറ്റ് ചൈൽഡ് ബർത്ത്. ഇപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് അമ്മയുടെ ഏജ് ഭയങ്കര കുറവാണെങ്കിലും ഭയങ്കര കൂടുതലാണെങ്കിലും അത് പ്രശ്നമാണ്. പാരിറ്റി, എത്ര ടൈംസ് പ്രസവിച്ചു എന്നുള്ളത്. ടു ക്ലോസ് പ്രഗ്നൻസി, 2 പ്രഗ്നൻസീസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫാമിലി സൈസ്, മാൽന്യൂട്രീഷൻ, പോവേർട്ടി, ഇല്ലിട്രസി, ഇഗ്നോറൻസ് ആൻഡ് പ്രെജുഡൈസസ്, ലാക്ക് ഓഫ് മെറ്റേണിറ്റി സർവീസസ്, ഷോർട്ടേജ് ഓഫ് ഹെൽത്ത് മാൻ പവർ, ഡെലിവറി ബൈ അൺട്രെയിൻഡ് ദായീസ്, പുവർ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, സോഷ്യൽ കസ്റ്റംസ്, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ലൈക്ക് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് വായിച്ചാലേ അതിൽ നിന്നൊരു 5-6 നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മളൊരു വട്ടമെങ്കിലും വായിച്ചു പോകണം. ഇതൊക്കെയാണ് ഡിറ്റർമിനൻസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഇന്ത്യയിൽ വരുന്നത്, മെഡിക്കൽ കോസസും സോഷ്യൽ ഫാക്ടേഴ്സും. അപ്പോൾ ഈ 2 എണ്ണത്തിലും ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റും. അതായത് മെഡിക്കൽ കോഴ്സ് മാത്രമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യമില്ല, സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് കൂടി മാറിക്കഴിഞ്ഞാലേ മെറ്റേണൽ മോർട്ടാലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ എഴുതണം. ഇന്ത്യയിൽ MMR കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസിൽ വരുന്നതാണ് ജനനി സുരക്ഷാ യോജന, ജനനി ശിശു സുരക്ഷാ കാര്യക്രം, പിന്നെ MCH വിങ് ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം, RMN-CH+A, പിന്നെ പുതിയതായിട്ടുള്ള RMN-CAH+N. പിന്നെ ഇത് മാത്രം കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, കൂടെ പ്ലസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അതിനകത്ത് വരുന്നതാണ് ഇഗ്നോറൻസ്, ലോ ലെവൽസ് ഓഫ് ഫീമെയിൽ ലിറ്ററസി, ന്യൂട്രീഷൻ, പുവർ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ. ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നാഷണൽ മെറ്റേണിറ്റി ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ഉണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അതിലത്തെ കുറച്ചെണ്ണം നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഇത്രയും ഏരിയാസിലും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ
അത് ഏതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആൻറ്റിനേറ്റൽ ചെക്കപ്സ് കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയുന്നില്ലേ, അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ MMR നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റും. ഇതാണ് നാഷണൽ ആവറേജ് ഓഫ് കീ ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നത്. ഇതിനകത്ത് mothers who had antenatal checkup in the first trimester, പിന്നെ who had at least 4 antenatal care visits, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് ഇൻ പബ്ലിക് ഫെസിലിറ്റി, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഇപ്പോൾ ലാസ്റ്റ് 2019-21 അവർക്ക് ഓരോ ഗ്രേഡിങ്ങും മാർക്കും കൊടുത്തതിൻ്റെയാണ്. ലൈക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നമുക്കിനി അടുത്തത് നോക്കേണ്ടത് എങ്ങനെ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ഓഫ് MMR ആണ്. പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ഓഫ് MMRൽ മെയിനായിട്ട് വരുന്നതാണ് ഏർലി രജിസ്ട്രേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ അറിഞ്ഞ അപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ അതെന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 4 ആൻറ്റിനേറ്റൽ ചെക്കപ്സ് എങ്കിലും നടത്തിയിരിക്കണം. ആൻഡ് ഡയറ്ററി സപ്ലിമെൻറ്റേഷൻസ് പ്ലസ് അനീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിരിക്കണം. പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഹെമറേജ് ഡ്യൂറിങ് പ്യൂപ്പേറിയം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 42 ഡേയ്സിൽ എന്തായാലും ഇൻഫെക്ഷനോ ഹെമറേജോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് ലൈക്ക് എക്ലാംസിയ, മാൽ പ്രസൻറ്റേഷൻ, റപ്ചേർഡ് യൂട്രസ്, അതൊന്നും ഇല്ലാന്ന് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാണ്ട് പ്രിവെൻറ്റ് ചെയ്യണം. ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ, ഇഫ് ദ മദർ ഈസ് ഹാവിങ് ഹൈപ്പർ ടെൻഷൻ, TB അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആൻറ്റി മലേറിയൽ ആൻഡ് ടെറ്റനസ് പ്രൊഫൈലാക്സിസ് എടുക്കണം. ക്ലീൻ ഡെലിവറി പ്രാക്ടീസ് ആയിരിക്കണം. ഹെൽപ്പ് ഓഫ് ട്രെയിൻഡ് വില്ലേജ് ലെവൽ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ട്രെയിൻഡ് വില്ലേജ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് പ്രീവിയസ് ഒരു ബാഡ് ഒബ്സ്ട്രക്റ്റിക് ഹിസ്റ്ററി അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു പ്രഗ്നൻറ്റ് മദർ ആണെച്ചെങ്കിൽ അവരെന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി തന്നെ അവർ ചെയ്യണം. പിന്നെ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ലൈക്ക് ഒരു ഡെലിവറി കഴിഞ്ഞ് സ്പേസിങ് എത്ര വേണം. ലൈക്ക് കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷനൊക്കെ കൂടി വരികയാണ്, 2 ചൈൽഡ് നോമൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഫാമിലി പ്ലാനിങ് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എവറി മെറ്റേണൽ ഡെത്ത്സ് ആൻഡ് ഇറ്റ്സ് കോസസ്, ലൈക്ക് ഏതെങ്കിലും മെറ്റേണൽ ഡെത്ത്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാതും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് എന്ന് അറിയണം. എന്നാലും നമുക്കിനി ഫ്യൂച്ചറിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് പോയിൻറ്റ്, സേഫ് അബോർഷൻ സർവീസസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഷേഴ്സ് ഓഫ് MMRൽ വരുന്നത്.